നമസ്കാരം. ഗൾഫ് വാർത്ത പോസ്റ്റിംഗ് മോണിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൾഫ് മേഖലയ്ക്ക് ആകമാനം ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്നത്തെ പ്രഭാതം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് കുവൈത്തിന്റെ ആദരണീയനായ ഷെയ്ഖ് അമീർ സബ അൽ സബ വിടവാങ്ങിയെന്ന വാർത്ത നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥനകളിലായിരുന്നു. എല്ലാ തരത്തിലും അദ്ദേഹം തിരികെ എത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ലോക നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കാത്തിരിപ്പിനെയും വിഫലമാക്കിക്കൊണ്ട് ഇന്നലെ വൈകുന്നേരം അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ തന്നെ സമാധാന ശ്രമങ്ങളുടെ ഏറ്റവും മഹനീയ മാതൃക എന്ന രീതിയിൽ നോക്കിക്കാണുന്ന ഒരു രാജ്യത്തലവൻ കൂടിയാണ് കുവൈത്ത് അമീർ. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ ഗൾഫ് മേഖലയും മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലോകത്തലവന്മാരും നോക്കിക്കാണുന്നത്. ജാഫർ, തീർച്ചയായിട്ടും സോണിയ സൂചിപ്പിച്ച പോലെ തന്നെ ഗൾഫ് മേഖലയ്ക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു കണ്ണീരിന്റെയും ഒരു നഷ്ടപ്പെടലിന്റെയും ദിവസമാണ് എന്നുള്ള കാര്യത്തിൽ ഈ സമീപകാല ഗൾഫ് മേഖലയുടെ ചരിത്രം നോക്കുന്നവർക്ക് തന്നെ ഈസി ആയിട്ട് ബോധ്യപ്പെടാവുന്നതാണ്. നമുക്കറിയാം, സൗഹൃദ രാജ്യങ്ങളായി സഹോദര രാജ്യങ്ങളായി കഴിഞ്ഞിരുന്ന ഇവരെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഖത്തറുമായി ഉണ്ടായ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, അതിനെ തുടർന്നുണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു വിടവെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നികത്തുന്നതിന് വേണ്ടി കുവൈത്ത് അമീർ തന്റെ മധ്യസ്ഥതയിൽ അങ്ങേയറ്റം ശ്രമങ്ങൾ നടത്തിയെന്ന് നമുക്കറിയാം. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഖത്തറിൽ ഈ അടുത്ത് ഓപ്പണായ ഏറ്റവും വലിയ ഹൈവേക്ക് കുവൈത്ത് അമീറിന്റെ പേര് പോലും നൽകുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. അതിനൊക്കെ പുറമെ അമേരിക്ക ലോകത്തെ ഏറ്റവും സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രയത്നിച്ച നേതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഈ കഴിഞ്ഞ ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പാണ് കുവൈത്ത് അമീറിനെ പ്രഖ്യാപിച്ചത്. സമാധാനത്തിന്റെ ലോകനായകൻ. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ധാരാളം നന്മകൾ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം യാത്രയാകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏതായാലും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഔദ്യോഗികമായിട്ട് തന്നെ ദുഃഖാചരണമാണ്. യുഎഇയിലും 3 ദിവസത്തെ ദുഃഖാചരണമാണ്. ദേശീയ പതാക ഉൾപ്പെടെ താഴ്ത്തിക്കെട്ടാനാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. സോണിയ, ഇതൊക്കെയാണ് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗൾഫ് വാർത്തയിൽ തീർച്ചയായിട്ടും കുവൈത്ത് അമീറിന്റെ നിര്യാണത്തിൽ ഇന്നലെ തന്നെ നമ്മൾ അതിന്റെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. തുടർന്ന് ഇപ്പോൾ നമുക്ക് വാർത്തകൾ ലഭിക്കുന്നത് കുവൈത്തിൽ 4 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായ രീതിയിൽ യുഎഇയിൽ 3 ദിവസമാണ്. ഇത്തരത്തിൽ അതാത് രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ദുഃഖാചരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കുവൈത്തിനെ സംബന്ധിച്ച് പുതിയ അമീറിനെ കുറിച്ചുള്ള പ്രഖ്യാപനവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അന്തരിച്ച അമീർ ഷെയ്ഖ് സ്വബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സവാവിന് പകരം പുതിയ കുവൈത്ത് ഭരണാധികാരിയായി ഉപ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹാണ് തീരുമാനമായിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ മുതൽ തന്നെ പുതിയ ഒരു ഭരണാധികാരിയെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റൊരു തർക്കത്തിനുള്ള കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2006 ഫെബ്രുവരി 7 മുതൽ തന്നെ അദ്ദേഹം കിരീടാവകാശിയെ തുടരുകയായിരുന്നു. ഏതായാലും പുതിയ ഭരണാധികാരിക്ക് മംഗളങ്ങൾ കൂടി ഈ അവസരത്തിൽ നമ്മൾ നേരുകയാണ്. ജാഫർ, തീർച്ചയായിട്ടും സോണിയ, ഈ 2020 മൊത്തത്തിൽ പലയിടത്തും ഒരു നഷ്ടങ്ങളും സങ്കടങ്ങളും അവശേഷിപ്പിച്ച വർഷമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ എതിർക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൊത്തത്തിൽ ഈ ലോകത്ത് ഭീഷണിയും രോഗവും മറ്റും വന്നു. ഗൾഫ് ലോകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒമാനിലും കുവൈത്തിലും ഏറ്റവും ജനകീയരായിരുന്ന 2 നേതാക്കളെ മറവിയിലേക്ക് അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് മരണത്തിലേക്ക് പോകുന്ന ഒരു കാലം കൂടി 2020 അവശേഷിപ്പിച്ചു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും 2020 എന്ന വർഷം ജനങ്ങൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തതാകും എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഏതായാലും ഇതൊക്കെയാണ് ഗൾഫ് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. നമുക്ക് നമ്മുടെ പതിവായ മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് സോണിയ ഇന്നത്തെ അപ്ഡേറ്റ്സ്? എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുള്ളത്? ജാഫർ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് PCR ടെസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വരേണ്ട ആളുകളെ സംബന്ധിച്ച്. നമ്മൾ ഇന്നലെ തന്നെ ഇക്കാര്യങ്ങളിൽ മറ്റ് 2 വിമാന സർവീസുകൾ കൂടി മൈക്രോ ഹെൽത്ത് ലാബിന് സർട്ടിഫിക്കറ്റ് അനുമതി നൽകുന്നില്ല എന്ന കാര്യം അറിയിച്ചതാണ്. ഇതിന് പിന്നാലെ മറ്റ് ചില വാർത്തകൾ കൂടി നമുക്ക് ലഭിക്കുകയുണ്ടായി. ജാഫർ ഇന്നലെ പറഞ്ഞതുപോലെ മൈക്രോ ഹെൽത്ത് ലാബിന്റെ മാനേജർ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, അധികൃതർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അൽമ
ലബോറട്ടറീസിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള വാർത്തയും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ഏതായാലും നാട്ടിൽ മൈക്രോ ഹെൽത്ത് ലാബിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ പരാതികൾ ഉയരുമ്പോഴാണ് ദുബായിൽ നിന്നും സമാനമായ ഒരു വാർത്ത നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ദുബായിൽ നൽകിയ 2 പ്രവർത്തകരെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 ആരോഗ്യ പ്രവർത്തകരെയാണ് പിടികൂടിയിരിക്കുന്നത്. ലബോറട്ടറികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇവരും ഇത്തരത്തിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ പേരിലാണ്, പ്രത്യേകിച്ച് അബുദാബിയിലേക്ക് പോകാൻ വേണ്ടി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ പേരിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് നേരെ നടപടി ഉണ്ടാകുമെന്ന സൂചന കൂടി കൃത്യമായി തന്നെ നമുക്ക് നൽകുന്നുണ്ട്. വ്യാജ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പ്രതികൾ നൽകിയത് അബുദാബിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിക്ക് വേണ്ടിയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചുരുങ്ങിയത് 1.5 ലക്ഷം ദിർഹം പിഴയും ജയിൽവാസവും ശിക്ഷയായി ലഭിക്കാൻ ഇടയുള്ള വലിയ ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ നമ്മൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള തട്ടിപ്പുകളുടെ കാലങ്ങൾ നമ്മൾ പല കാലങ്ങളിൽ കണ്ടിരുന്നു. പക്ഷെ കോവിഡ് കാലം ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ആരെങ്കിലും നമ്മളെ ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകാമെന്ന് പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ ദയവായി അത്തരം പ്രചാരണങ്ങളിൽ വീഴാതിരിക്കുക എന്ന് ഇന്നലത്തെ പോലെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പല ആളുകൾക്കും ഇത്തരം അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് തൊഴിൽപരമായിട്ടും മറ്റും അത്യാവശ്യങ്ങളുണ്ട്, പോകേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള ഇളവുകൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 200 ദിർഹം മാത്രമാണ് നിലവിൽ പരിശോധന ചിലവുള്ളത്. 14 ദിവസം മാത്രമാണ് ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് നമുക്ക് അധികമായി ചെലവാക്കാനുള്ളത്. ആ 14 ദിവസത്തിനു വേണ്ടി നമ്മളുടെ 1.5 ലക്ഷം ദിർഹവും ജീവിതകാലം മുഴുവനുമുള്ള തടവും ഒന്നും ആരും ചോദിച്ചു വാങ്ങരുത്. കൃത്യമായ ജാഗ്രതയോടെ ഇക്കാര്യങ്ങളിൽ ഇടപെടണം. ജാഫർ, സോണി, ഈ കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ വ്യാജത്തരം ചെയ്യുക എന്നുള്ളത് ചിലർക്ക് അതൊരു തൊഴിലാണ്. ചിലർ ഏതൊരു അവസരം, ഏതൊരു ദുരന്ത അവസരം വന്നു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടില്ലേ വലിയ ദുരന്തങ്ങളും മറ്റും ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളെ മൃതദേഹം മണ്ണിൽ നിന്ന് എടുക്കുമ്പോൾ അതിന്റെ ആഭരണങ്ങൾ അടിച്ചു മാറ്റുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു അതിഭാവുകത്വം നിറച്ച് പറയുകയെന്നുമല്ല. അതുപോലെ തന്നെയാണ് ഈ കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ചില ഫാർമസികൾ, ഈ സോണി തന്നെ സൂചിപ്പിച്ച പോലെ, സത്യത്തിൽ ഈ മൈക്രോ ഹെൽത്ത് ലാബ് പോലും നിസ്സഹായരാവുന്ന കാഴ്ചയാണ് ഉണ്ടായതെന്നാണ് മൈക്രോ ഹെൽത്തിന്റെ CEO ഈ കേസ് കൊടുത്ത സമയത്ത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ നമ്മൾക്കറിയാം പ്യൂർ ഹെൽത്ത് മൈക്രോ ഹെൽത്തുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നു. അപ്പോൾ മൈക്രോ ഹെൽത്തിന് ഇപ്പൊ ഈ സമയത്ത് നാട്ടിലുള്ള എല്ലാ കുഗ്രാമങ്ങളിലും പോയിട്ട് ഒരു സെന്റർ തുറക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഒരു പരസ്പര വിശ്വാസത്തിന്റെ പേരിൽ അതാത് പ്രദേശങ്ങളിലുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമുള്ള ലാബുകളുമായിട്ട് ഒരു പരസ്പര ധാരണ, ഒരു MOU സൈൻ ചെയ്യുന്നു. അത് പ്രകാരം ഈ ലാബുകൾ ഓരോ രോഗികളുടെയും പരിശോധനയ്ക്ക് വരുന്ന രോഗികളുടെ രക്തം എടുക്കുന്നു, എന്നിട്ട് കോഴിക്കോട്ടുള്ള മൈക്രോ ലാബിലേക്ക് അയക്കുന്നു. അങ്ങനെ മൈക്രോ ലാബ് അത് എന്താണോ അതിന്റെ നടപടിക്രമങ്ങൾ, അതിനുശേഷം യെസ് ഓർ നോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ള റിസൾട്ട് അതാത് ലാബുകൾക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് അതിന്റെ രീതി. എന്നാൽ അതിവിരുദ്ധന്മാരായ ഈ വളാഞ്ചേരിയിലെ ഉൾപ്പെടെയുള്ള ഈ ലാബുകൾ ചെയ്തത്, ഇത്തരത്തിൽ ഒരു 1000 രക്തസാമ്പിൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു 10-50 രക്തസാമ്പിൾ മാത്രം ഈ കോഴിക്കോടുള്ള മൈക്രോ ഹെൽത്തിലേക്ക് അയക്കുകയും ബാക്കി ഇവർ തന്നെ നശിപ്പിച്ച ശേഷം ഇവർ തന്നെ മൈക്രോ ഹെൽത്തിന്റെ ഒരു ലെറ്റർ ഹെഡും ഒരു സ്റ്റാമ്പ് എല്ലാം അടിച്ചുണ്ടാക്കിയിട്ട് അങ്ങ് കൊടുക്കുന്നു. നിങ്ങൾക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തരാം, ഇത്ര പൈസ തന്നാൽ മതി. കാരണം അവർക്ക് പണം മാത്രമാണ് വേണ്ടത്. യാത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഏത് വിധേനയും UAE എത്തണം, അതിന് അവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. അവരൊരിക്കലും മറ്റുള്ളവരുടെ ആരോഗ്യത്തെ കുറിച്ചോ സമൂഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചോ ചിന്തിക്കുന്നില്ല. ഇനി അങ്ങനെ 5000-ഓ 10,000-ഓ കൊടുത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചവർ ഞെട്ടാൻ വേണ്ടി ഒരു വാക്ക് കൂടി പറയാം. ഈ വളാഞ്ചേരിയിലുള്ള ഈ ലാബ് പലർക്കും ഒരേ സിറിഞ്ചാണ് ഉപയോഗിച്ചത് എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. കോവിഡിനെ മറക്കാം സോണിയ, നമുക്ക് കോവിഡിനെ മറക്കാം. ബാക്കി കാര്യങ്ങൾ ഓർത്താൽ തന്നെ ഒരേ സിറിഞ്ച് ആരെങ്കിലും ഏതെങ്കിലും ലോകത്ത് വ്യത്യസ്ത ആളുകളുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ ഉപയോഗിക്കും. അതിന്റെ ഒരു ദൂഷ്യഫലം അല്ലെങ്കിൽ അനന്തരഫലം എത്രത്തോളം ഭീതിതമാണെന്ന് ഓർക്കാതെയാണോ അതോ പണം മാത്രം മോഹിച്ചാണോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും പണം മാത്രമാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സാമ്പിളുകൾ ശേഖരിച്ചുവെന്ന് രോഗികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം നടത്തിയ ഒരു തട്ടിപ്പായിട്ട് തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഏറ്റവും രസകരമായ സംഗതി, ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ പോലും തങ്ങൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് വേണമെന്ന ആവശ്യത്തോട് ചെല്ലുന്ന ആളുകളായിരുന്നില്ല.
അവരെ പോലും വഞ്ചിക്കുകയാണ് ചെയ്തത്. തങ്ങൾക്ക് പോകാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടവർക്കല്ല കൊടുത്തത് എന്നുള്ള ഗൗരവമായ കാര്യം കൂടി ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധനയ്ക്ക് വിധേയരായ ആളുകളും ഒപ്പം തന്നെ മൈക്രോ ലാബിന്റെ അധികൃതരും ഒരേ രീതിയിൽ വഞ്ചിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പരിശോധനകൾക്ക്, വലിയ തോതിലുള്ള ഒരു നിരോധനത്തിന്, വിലക്കിനൊക്കെ ഈ ഒരു ലബോറട്ടറി ഇപ്പോൾ വിധേയരായിരിക്കുന്നത്. ഏതായാലും ഈ അർമ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും മാതൃകാപരമായ ശിക്ഷ ഈ ആളുകൾക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് പക്ഷേ ഇപ്പോൾ ദുബായിലെ ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പക്ഷേ ജാഫർ, ആളുകൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ ലഭിച്ചിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അക്കാര്യവും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് അബുദാബിയിലേക്ക് കടക്കാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിർമ്മിച്ചു നൽകിയ ആളുകൾക്കും ഒപ്പം തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട ആളുകൾക്കും ഒരേ രീതിയിൽ ഇത്തരത്തിൽ നടപടി നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സോണിയ, അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഏതായാലും കൃത്യമായിട്ട് തന്നെ പിടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, 7.5 ലക്ഷം, അതായത് 1 മില്യണോളം ദിർഹം പിഴ വരാവുന്ന, പിന്നീട് ഒരിക്കലും ഈ രാജ്യത്തേക്ക് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങൾ അതിൽ അതിഭാഗത്തും കുത്തി നിറച്ച് പറയുകയാണെന്ന്. വളാഞ്ചേരി പോലീസ് കൃത്യമായിട്ട് തന്നെ അറിയിച്ച കാര്യമാണ്. മാത്രമല്ല, ഏകദേശം ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട്, ഞാൻ മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ പോസിറ്റീവ് മോർണിംഗിൽ തന്നെ സൂചിപ്പിച്ചിരുന്നത്, നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള ഓരോ ഇലക്ട്രിക് പോസ്റ്റിലും ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് പ്രകടമാണ് സോണിയ. അതായത് UAE തിരിച്ചു പോവാൻ ഗവൺമെന്റ് അംഗീകരിച്ച ടെസ്റ്റ് ഞങ്ങളുടെ സെന്റർ നൽകുന്നു ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും അത്തരം ഫ്ലെക്സ് ബോർഡുകളുടെ ഫോട്ടോ എടുത്ത് നമുക്കൊക്കെ അയച്ചു തന്നിരുന്നു. ഇതൊന്നും ഈ പറയുന്ന ലിസ്റ്റിൽ ഇല്ലല്ലോ, പക്ഷെ ഇവരെല്ലാവരും ടെസ്റ്റ് നൽകുന്നുണ്ട്, 100% വിശ്വസിക്കാവുന്നതാണ് എന്നെല്ലാം ഫ്ലെക്സ് ബോർഡ് കാണുന്നുണ്ടല്ലോ എന്നായിരുന്നു. ഇപ്പോഴാണ് അത്തരത്തിലുള്ള പല ഫ്ലെക്സ് ബോർഡുകളുടെയും ഗുട്ടൻസ് പിടികിട്ടിയത് എന്നുകൂടി വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ വളാഞ്ചേരിയിലെ അർമ ലാബ് മുതലാളി പ്രവാസികളെ പറ്റിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കോടീശ്വരനായി എന്നുള്ള വാർത്ത കൂടി ഇന്നലെ വളാഞ്ചേരി പോലീസ് കൃത്യമായി പറയുന്നുണ്ട്. എവിടെ കൊണ്ടുപോയിട്ടാണ് ഈ കോടികളൊക്കെ വെക്കുക എന്നുള്ള ഒരു സംശയം മാത്രമാണ് സാധാരണക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. ഈ 100-200 പേരുടെ യാത്ര മുടങ്ങി എന്നുള്ളതല്ല, എത്രയോ പേരുടെ ജീവിതം, ആരോഗ്യം വെച്ച് ഈ ഒരു സംവിധാനത്തെ, അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഇതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ലോകമുടനീളം ശ്രമിക്കുമ്പോൾ അതിനെല്ലാം തുലങ്കം വെക്കുന്ന ഇത്തരക്കാർ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് എല്ലാ കാലവും തെളിയിക്കുന്നതാണ്. ഏതായാലും അല്പം അമർഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ വാർത്തകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ കാര്യത്തിൽ ഇനിയെങ്കിലും പ്രവാസികൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ നമുക്ക് നിർവാഹമുള്ളൂ, അല്ലേ സോണി? തീർച്ചയായിട്ടും നാട്ടിലുള്ള ആളുകളും ഒപ്പം തന്നെ ഇവിടെയുള്ള ആളുകളും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കുക. നാട്ടിൽ നിന്നുള്ള PCR ടെസ്റ്റുകൾ എടുക്കുമ്പോൾ പ്യൂർ ഹെൽത്തിന്റെ അംഗീകൃത ലാബുകളിൽ തന്നെയാണ് നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുക. താൽക്കാലികം നിർഭാഗ്യവശാൽ മൈക്രോ ലാബിന്റെ മുഴുവൻ ലാബുകളിലെയും പരിശോധന റിപ്പോർട്ടുകൾക്ക് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വളാഞ്ചേരിയിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് UAE മൈക്രോ ലാബിന്റെ സർട്ടിഫിക്കറ്റുമായി ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും അംഗീകൃത ലാബുകളിലേക്ക്, പ്യൂർ ഹെൽത്തിന്റെ തന്നെ മറ്റേതെങ്കിലും അംഗീകൃത ലാബുകളിലേക്ക് ടെസ്റ്റിന് വേണ്ടി മാറേണ്ടതുണ്ട്. ഇന്നലെ ഓർമ്മിപ്പിച്ച കാര്യം തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെയുള്ള ആളുകളും സമാനമായ രീതിയിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. 1.5 ലക്ഷം ദിർഹം ചെറിയ തുകയല്ല. നമുക്കറിയുന്നത് പോലെ പുതിയ സാഹചര്യത്തിൽ വലിയ ശിക്ഷാ നടപടികളാണ് തീർച്ചയായിട്ടും നേരിടേണ്ടി വരുന്നത്. ഒപ്പം തന്നെ ജയിൽവാസവും തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. വളരെ കർക്കശമായി വലിയ തുകകൾ മുടക്കി രാജ്യം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഒരു ചെറിയ വ്യാജ പ്രവൃത്തി കൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ഒരു കാരണവശാലും അധികൃതർ അനുവദിക്കില്ല. വലിയ രീതിയിൽ അതിനെ നേരിടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദയവായി UAE വരുന്നതിന് ശേഷം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പല ആളുകളും പലതരത്തിലുള്ള പ്രചാരണങ്ങളും വാഗ്ദാനങ്ങളും നൽകിയേക്കാം. ദയവായി വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത കാണിക്കുക. ലാഫർ. ആളിവിടെ ഉണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും.
വാ ചോദിക്കാം. എന്താ കളിക്കുന്നത്? വേഗം എടുത്തിട്. ഇക്ക നീ വേണോ? ആ വേഗം നോക്കിടേ. ഇക്ക ഗഫൂർഖാനൊന്ന് കാണാൻ. ഗഫൂർ ഖാനെ വരി വരി. അസർപ്പോ ഉഷാറല്ലേ? വരി നോക്കണേ. ഗഫൂർ ഖാ പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത് പറഞ്ഞാൽ മതി. ഗഫൂർക്ക, ഞങ്ങൾക്കൊരു വിസ വേണമായിരുന്നു ദുബായി പോവാൻ. മനസ്സിലായി. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇപ്പൊ മനസ്സിലായി. മക്കളെ, നമ്മളെ പണിയൊക്കെ നിർത്തി ഇന്നത്തെ കാലത്ത് പരിപാടിക്കൊക്കെ ആരും നിൽക്കുവോ? നേരും നിറയുള്ള ആളുകൾ വന്നപ്പോ നമ്മളെ പോലത്തെ ആളുകൾക്ക് നിക്കക്കല്ലില്ലാതായി. ആടോ, ഈ എമിറേറ്റ്സ് ബസ് വന്നേ പിന്നെ ഇവർക്ക് ദുബായ് പോവാന്, പോയിട്ട് അവിടെ ബിസിനസ് ചെയ്യാന്, അതിനുള്ള ലൈസൻസ് കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളും. ഈ മാതിരി ഉസാറുള്ള ആൾക്കാർ വന്നാൽ പിന്നെ നമ്മളെ കാര്യം പറയാനുണ്ടോ? നിർത്തല്ലേ? നിർത്തി ഇപ്പൊ വേറെ വയ്ക്കാം. അതെ, എന്റെ മക്കൾ വരെ ഈ എമിറേറ്റ്സ് ബസിന്റെ ബൈക്കാണ് പോയി രക്ഷപ്പെട്ടത്. Emirates First Business Service. All for business setup. സോണിയ ക്ഷമിക്കണം, അല്പം സുദീർഘമായ ഒരു ക്രിയേറ്റീവ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് പെട്ടെന്ന് നൽകിയത്. ഏതായാലും നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം 25,000-ത്തിലധികം കോവിഡ് നിയമ ലംഘനങ്ങൾ സംഭവിച്ചു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? 25,000 നിയമലംഘനങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമായിട്ട് ഇനി കാണേണ്ടതില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും വലിയ തോതിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. മാത്രമല്ല കർക്കശമായ നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും നിബന്ധനകൾ ലംഘിക്കുന്ന ആളുകൾക്കെതിരെ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നില്ല. എല്ലാ ദിവസവും ഇത് പറയേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം പിഴ കിട്ടിയിട്ടുള്ളത് ഏറ്റവും ചെറിയ കാര്യമായ മാസ്കിനാണ് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അറിവിലേക്കായിട്ട് നമുക്ക് പങ്കുവെക്കാം. അതെ അതെ അതെ, എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ട്. സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇക്കാര്യത്തിൽ നടപടികൾ നേരിടേണ്ടി വരുന്നുണ്ട്. എല്ലായിടങ്ങളിലും നഗരങ്ങളിലെന്നോ ഗ്രാമങ്ങളെന്നോ പ്രാന്തപ്രദേശങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നിരീക്ഷണവും പരിശോധനയും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നടപടികളും വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. സോണ, ഇന്ന് ബുധനാഴ്ചയാണ്. 29-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി സെപ്റ്റംബർ ആയിരിക്കുന്നു. നമ്മളിത് പറയുമ്പോൾ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങൾ യുഎഇയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ അടയാളമായിട്ട് ഇന്ന് മഴയുണ്ടാകും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് കോർഫുഖാൻ ഭാഗത്ത് മഴ പെയ്ത് വാദികളെല്ലാം നിറഞ്ഞു വാഹനങ്ങൾ ഒലിച്ചുപോയ വാർത്തകൾ വരുന്നത്. ഏകദേശം 2 ആഴ്ച മുമ്പ് കഠിന ചൂട് കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന നമുക്കിപ്പോൾ പെട്ടെന്ന് മഴ എന്നെല്ലാം പറയുമ്പോൾ ഉൾക്കൊള്ളാനാവാത്ത അത്രയും പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നു എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ ബഹ്റൈനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ? വിമാനങ്ങൾ ബഹ്റൈനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. 22-ാം തീയതി വരെയുള്ള വിമാന സർവീസുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മാത്രമാണ് നിലവിലുമുള്ളത്. ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും അനിശ്ചിതമായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ സൗദിയിലെ ചില തൊഴിൽപരമായ മാറ്റങ്ങളെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ സൗദിയിലെ ഗാർഹിക തൊഴിലാളികൾക്ക് വേണമെങ്കിൽ സ്പോൺസർഷിപ്പ് മാറ്റാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് താൽക്കാലികമായി അത് നിർത്തിവെക്കുകയാണ് എന്ന ഒരു അറിയിപ്പ് കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഗാർഹിക തൊഴിലാളികളായ വീട്ടുജോലിക്കാർ, ഡ്രൈവർമാർ, ആയമാർ, സേവകർ ഇവർക്കൊന്നും ഇനി അങ്ങോട്ട് കുറെ നാളത്തേക്കെങ്കിലും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെയെങ്കിലും സ്ഥാപനങ്ങളുടെ കീഴിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം അധികൃതർ നൽകിയിട്ടില്ല. പക്ഷേ ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇത് രേഖാമൂലം
പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ ഈ ഗാർഹിക തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനങ്ങളുടെ കീഴിലേക്ക് മാറ്റാൻ കഴിയില്ല എന്ന് സംശയത്തിന് ഇടയില്ലാതെ അറിയിച്ചിട്ടുണ്ട് ജാഫർ. ഓക്കെ, മറ്റൊന്ന്, ഈ സൗദിയിലേക്ക് തിരിച്ചു പോകാനുള്ള യാതൊരു സാധ്യതയും നേരിട്ട് ഇപ്പോൾ ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ, നേരിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പല ട്രാവൽ കമ്പനികളും ദുബായ് ത്രൂ ഉള്ള ചാർട്ടേഡ് വിമാനങ്ങൾക്കായി ശ്രമം നടത്തുന്നുണ്ട്. സൗദിയിലേക്ക് തിരിച്ചു പറക്കാം ദുബായിലൂടെ എന്നുള്ള ഒരു ക്യാപ്ഷനിലാണ് ഇപ്പോൾ സത്യത്തിൽ പ്രവാസികളിൽ പലരും, പ്രത്യേകിച്ച് സൗദി പ്രവാസികളിൽ പലരും വലിയ ആശയക്കുഴപ്പത്തിലും ഇതും ഇനി എന്തെങ്കിലും തട്ടിപ്പോ മറ്റോ സംഭവിക്കുമോ എന്നൊക്കെയുള്ള പല പേടികളും പലർക്കുമുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും അത്തരത്തിലുള്ള പല ചർച്ചകളും കാണുന്നുണ്ട്. ഇത്തരത്തിൽ ദുബായിലൂടെ സൗദിയിലേക്ക് പോകാൻ കഴിയുമോ, ഇതൊരു തട്ടിപ്പാണോ? ഈ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ രീതിയിൽ പറയാം. അതൊരു തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ തട്ടിപ്പൊന്നുമല്ല. സൗദിയിലേക്ക് അത്യാവശ്യമായിട്ടും നിർബന്ധിതമായിട്ടും പോവേണ്ടവരുടെ മുമ്പിൽ നിലവിലുള്ള ഓപ്ഷൻ, ഇപ്പൊ സൗദി ആണെങ്കിലും കുവൈത്ത് ആണെങ്കിലും എല്ലാം ദുബായിലൂടെ പോവുക, ദുബായിൽ 14 ദിവസം ക്വാറന്റൈനിൽ നിന്ന ശേഷം പോവുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ അതിനെ സമീപിക്കുന്നവർ എത്രത്തോളം സുതാര്യമായി ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതാത് കമ്പനികളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുബായിലൂടെ സൗദിയിലേക്ക് പോകാമെന്നുള്ള ഈ ഒരു വാഗ്ദാനം തെറ്റായ വാഗ്ദാനമല്ല എന്ന് നമുക്ക് പറയാം, അല്ലേ സോണി? തീർച്ചയായിട്ടും. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, വളരെ എക്സ്പെൻസീവായ യാത്ര കൂടിയായിരിക്കും. ഈ ഇവിടെ 14 ദിവസം താമസിക്കുന്നതിന്റെ ചിലവ് കൂടി അടക്കമുള്ള പാക്കേജുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തേണ്ടത് എന്ന കാര്യവും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എവിടെയെങ്കിലും യുഎയിൽ വന്ന് യുഎയിലെ PCR ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ പോലും വീണ്ടും യാത്ര നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ഉറപ്പുള്ള ജാഗ്രതയോടുകൂടി മാത്രം ഈ നടപടികളിലേക്ക് കടക്കണമെന്ന് സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ജാഫർ പറഞ്ഞതുപോലെ 14 ദിവസം വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് കുവൈത്തിലേക്കും സൗദിയിലേക്കും പോകാനുള്ള സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ അതിനെ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ എത്രത്തോളം ജെന്യുവിനാണ് എന്ന് നമ്മൾ തന്നെ നേരിട്ട് ബോധ്യപ്പെടേണ്ടതുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ നേരത്തെ നമ്മുടെ ഈ തട്ടിപ്പ് ടെസ്റ്റിംഗ് സെന്ററിന്റെ കഥയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ നാട്ടിൻ പുറങ്ങളിലെ ഇലക്ട്രിക് പോസ്റ്റുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലക്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, സൗദിയിലേക്ക് പറക്കാം ദുബായിലൂടെ എന്നുള്ളത്. അപ്പോൾ അതിന്റെ ആ ഒരു രീതി തെറ്റല്ല, പക്ഷെ അതിന് ആളുകൾ സമീപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് ബന്ധപ്പെടുന്ന നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് എന്ന്. കാരണം നാളെ അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് വാർത്ത കൂടി നമുക്ക് പറയാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിങ്ങനെ എടുത്തു പറയുന്നത്. ജാഫർ, ഉംറയുമായി ബന്ധപ്പെട്ട് കൂടി ഒരു കാര്യം ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്, ഉംറയുടെ ആദ്യത്തെ 10 ദിവസത്തേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള രജിസ്ട്രേഷൻ ആണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഇനി പുതിയതായിട്ട് ഏതാണ്ട് 16,000 പേരെങ്കിലും ഇതിനകം തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ട 10 ദിവസത്തേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണവും തികഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ 3ാം ഘട്ടമായ നവംബറിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് നേരിട്ട് ഉംറ തീർത്ഥാടനത്തിനായി പ്രവേശനം നൽകുന്നുള്ളൂ എന്ന കാര്യവും കൂടി മനസ്സിൽ വയ്ക്കുക. ഏതായാലും രജിസ്ട്രേഷൻ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ജാഫർ. സോണിയ, ഓക്കെ, നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഗൾഫ് വാർത്താ പ്രേക്ഷകർക്ക് അവരുടെ ക്ലാസിഫൈഡ് പരസ്യങ്ങളും അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെലവൊന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ വാർത്തയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാം. അതിനായിട്ട് news@gulfwarta.com എന്നുള്ള മെയിലിലേക്കാണ് അവർ തങ്ങളുടെ വിവരങ്ങളും മറ്റു ക്ലാസിഫൈഡ് പരസ്യങ്ങളും അറിയിക്കേണ്ടത് എന്നുകൂടി നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സോണിയ, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കമന്റ് ബോക്സ് ഒന്ന് വായിക്കുകയാണെങ്കിൽ എന്തെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ സ്ഥിരമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും വരുന്നുണ്ട്. അബൂബക്കറും, റിയ, കിരൺ, അഞ്ജന, റോഷിദ് ചോദിക്കുന്നു, ഇനി ന്യൂസ് അബൌട്ട് ദ ഷാർജ വിസിറ്റ് വിസ ഇഷ്യൂഡ് ഇൻ മാർച്ച് എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് അഞ്ജന റോഷിദ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനിയും അത് ഒരു മാസത്തോളം നീണ്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ, അതോ എന്തെങ്കിലും സൂചനകളുണ്ടോ സോണി ഇക്കാര്യത്തിൽ? പുതിയതായിട്ട് യാതൊരു മാറ്റവും നിലവിൽ വന്നിട്ടില്ല. അഞ്ജനയാണ് ചോദിച്ചത് അല്ലെ? അതുകൊണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് നിലവിലുള്ള സാഹചര്യം തന്നെ തുടരുകയാണ്. തീർച്ചയായിട്ടും കാത്തിരിക്കുക എന്ന് വീണ്ടും പറയുന്നതിൽ വിഷമമുണ്ടെങ്കിലും വേറെ ഒരു വാക്ക് പറയാനില്ല നമുക്ക്. തീർച്ചയായിട്ടും.
ഹിമ കുഞ്ഞാറ്റമോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കിരൺ ചോദിക്കുന്നു, കേരളത്തിൽ എവിടെയൊക്കെയാണ് പ്യൂർ ഹെൽത്ത് ലബോറട്ടറീസ് ഉള്ളത്? നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാനാണോ? അങ്ങനെ എവിടെ നിന്നാണ് അപ്പോയിന്റ്മെന്റ് കിട്ടുക? ദയവായി കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൽ കമന്റ്. ഇതിൽ ഒരു കാര്യം പറയാം. അതായത് ഈ പ്യൂർ ഹെൽത്ത് അതോറിറ്റിക്ക്, പ്യൂർ ഹെൽത്തിന് UAE ഗവൺമെന്റ് ഇതിന്റെ അതോറൈസേഷൻ നൽകിയ സമയത്ത് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ലിങ്കും പേയ്മെന്റ് നടത്താനുള്ള ലിങ്കും എല്ലാം തന്നിരുന്നു, നമ്മൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതിനുശേഷമാണ് പ്യൂർ ഹെൽത്ത് നാട്ടിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉള്ള മൈക്രോ ഹെൽത്തുമായിട്ടൊരു ടൈപ്പ് ആവുന്നതും അങ്ങനെ മൈക്രോ ഹെൽത്തിന്റെ ലാബുകൾ കൂടി ഇതിന്റെ ലിസ്റ്റിൽ വരുന്നു. അതിനുശേഷം ഇതൊന്ന് ലിബറലായി എന്ന് വേണമെങ്കിൽ പറയാൻ സോണിയ. അത്രത്തോളം ഒരു തിരക്കില്ലായിരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക ചെറുകിട പട്ടണങ്ങളിൽ പോലും മൈക്രോ ഹെൽത്തിന്റെ നമ്മളിപ്പോൾ പരാമർശിക്കപ്പെട്ട പോലുള്ള ടൈപ്പുള്ള ടെസ്റ്റ് സെന്ററുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോഴും പോയിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കലും അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇതുള്ളത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം അപ്രസക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പുതിയ തട്ടിപ്പ് വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ മൈക്രോ ഹെൽത്ത് ലാബുകൾ ബാൻ ചെയ്യപ്പെട്ട കൂടി പശ്ചാത്തലത്തിൽ വീണ്ടും പഴയ പോലെ പ്യൂർ ഹെൽത്തിന്റെ സെന്ററുകളിൽ തന്നെ തേടി പോവേണ്ട ഒരു അവസ്ഥയും അവിടങ്ങളിൽ നല്ല ക്യൂ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അപ്പോയിന്റ്മെന്റ് ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ ഇതിനുശേഷം പങ്കുവെക്കാൻ ശ്രമിക്കാം. കിരൺ, നോ അപ്ഡേറ്റ് ഫ്രം ഗൾഫ്. നമ്മളിൽ നിന്ന് അപ്ഡേറ്റ് ഒന്നും ആ കാര്യത്തിൽ കിട്ടുന്നില്ല എന്നുള്ള പരിഭവമെല്ലാം കിരൺ പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അത് ശ്രമിക്കാം. ഉമർ നാദാപുരം ചോദിക്കുന്നു, കുറ്റ്യാടി ആൻഡ് നാദാപുരം ആൻഡ് കാലിക്കറ്റ് ഉണ്ടായിരുന്നു. നമുക്കറിയാം കേരളത്തിൽ പ്യൂർ ഹെൽത്ത് അതോറിറ്റിക്ക് ആദ്യം ഈ അതോറൈസേഷൻ നൽകിയ സമയത്ത് ആകെ 6 സെന്ററുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വളരെ അല്പം വിഷമത്തോടു കൂടി തെക്കൻ കേരളത്തിലുള്ളവരും മധ്യ കേരളത്തിലുള്ളവരും പങ്കുവച്ചിരുന്നു. അതിൽ 5 എണ്ണം കോഴിക്കോട് ജില്ലയിലും 1 പാലക്കാട് ജില്ലയിലുമായിരുന്നു. അതാണ് പ്യൂർ ഹെൽത്തിന്റെ സെന്ററുകൾ. അതിനുശേഷം പ്യൂർ ഹെൽത്ത് പിന്നീട് മൈക്രോ ലാബ്സുമായി ടൈപ്പ് ആയപ്പോഴാണ് മലപ്പുറം വിട്ട് തെക്കോട്ടുള്ള ജില്ലകൾക്കും കണ്ണൂർ വിട്ട് വടക്കോട്ടുള്ള ജില്ലകൾക്കും ഒരു ഓപ്ഷൻ ആയത്. അല്ലാത്ത സമയത്ത് കോഴിക്കോടുള്ള 5 സെന്ററുകളും പാലക്കാടുള്ള 1 സെന്ററും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ നമുക്ക് അതിന്റെ എല്ലാ പേരുകളും ഇനി ഒന്ന് സംഘടിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തത്. സിനാൻ ഷംസുദ്ദീൻ ചോദിക്കുന്നു, സോണിയ, ഇനി ദുബായിൽ ലോക്ക്ഡൌൺ ഉണ്ടാവുമോ? 1 മന്ത് വിസിറ്റിംഗ് വിസ വന്നാൽ അവിടെ നിന്നും വിസ ഡ്യൂറേഷൻ കൂട്ടാൻ സാധിക്കുമോ സാർ എന്നാണ്. എന്താണ് സോണിയ അവരോട്? ലോക്ക്ഡൌൺ എന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ദുബായ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്ന് തീർത്തു പറയുന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും വളരെ കുറവാണ്. ഒരു കാരണവശാലും അതിന് തയ്യാറാകുന്നില്ല എന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ വളരെ വലിയ തോതിൽ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നുണ്ട്. പരമാവധി എല്ലാത്തരം യാത്രക്കാർക്കും വരാനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റ് വിസയും വിസിറ്റ് വിസയും അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നൽകുന്നുമുണ്ട്. തീർച്ചയായിട്ടും പരമാവധി ആളുകൾ രാജ്യത്തേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് UAE ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും നിബന്ധനകളിൽ കൃത്യമായ ജാഗ്രത കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴും പറയുന്നു, ഏതെങ്കിലും തരത്തിൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇനിയും ഉണ്ടാകാം. അതിനകത്ത് തർക്കമൊന്നുമില്ല. അബുദാബി നിലവിൽ തന്നെ വലിയ തോതിൽ നിയന്ത്രണങ്ങളിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ രോഗവ്യാപനത്തിന്റെ തോതനുസരിച്ച് ഏത് എമിറേറ്റിൽ വേണമെങ്കിലും ഏത് തരം നിയന്ത്രണങ്ങൾ വേണമെങ്കിലും ഇനിയും ഉണ്ടാകും. പക്ഷേ ലോക്ക്ഡൌൺ എന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോവുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇനി അങ്ങോട്ട് ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴും മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്, കോവിഡ് കാലമാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ജാഫർ, തീർച്ചയായിട്ടും സിനാൻ, 1 മാസത്തെ വിസിറ്റ് വിസ പുതുക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം പൈസ ഇവിടെ നിന്ന് ആവും എന്നുള്ള കാര്യം ഓർക്കുക. അതിനുള്ള സാമ്പത്തിക സെറ്റപ്പ് എല്ലാം കയ്യിൽ കരുതി വെക്കുന്നത് നല്ലതാണ്. ലോക്ക്ഡൌൺ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ലോക്ക്ഡൌൺ എന്നുള്ള പദം മാത്രമേ ഇല്ലാത്തതുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ നല്ല പിഴ കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്യൂർ ഹെൽത്ത് ലാബ് മെഡിക്കൽസ് പ്ലീസ് ഷെയർ എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയിപ്പോ ഈ ന്യൂസിന് ശേഷം ഇത് ഷെയർ ചെയ്തേ പറ്റൂ. കാരണം അത്രമാത്രം സുഹൃത്തുക്കൾ അത് ചോദിക്കുന്നുണ്ട്. ഉമർ നാദാപുരം വലിയ ഉപകാരം നമ്മളോട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോടുള്ള പ്യൂർ ഹെൽത്ത് സെന്ററിന്റെ നമ്പർ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ ഈ മേലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം കമന്റ് ബോക്സിൽ നോക്കുക. കുറ്റ്യാടിയും നാദാപുരമുള്ള പ്യൂർ ഹെൽത്ത് സെന്ററിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. സൗദി വിസയെ കുറിച്ച് നമ്മുടെ ബിനു ആനന്ദൻ ചോദിക്കുന്നുണ്ട്. സൗദി വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇന്നലെ ഉണ്ടാകാതിരുന്ന മാറ്റങ്ങൾ എന്നുണ്ടോ?
സൗദി വിസ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ സ്റ്റാറ്റസിൽ തന്നെ തുടരുകയാണ്. നമുക്ക് പുതിയ വിസ തൽക്കാലത്തേക്ക് നൽകുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. 2021 തുടക്കത്തിൽ ഒരുപക്ഷെ പുതിയ വിസകൾ നൽകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറം മറ്റ് വിസകളൊന്നും തന്നെ പുതിയ വിസകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് വിലക്കുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും വിസകളൊന്നും തന്നെ നൽകി തുടങ്ങിയിട്ടില്ല. യാത്ര അനുമതിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ നിന്ന് റെസിഡന്റ് വിസയുള്ള ആളുകളാണ് ഇപ്പോൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഡിസംബർ കഴിയാതെ സൗദിയുമായി ബന്ധപ്പെട്ട് പുതിയ വിസകളെ കുറിച്ച് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ജാഫർ, ഓക്കെ, നമ്മുടെ ഉമർ നാദാപുരം ഒരു വിവരം കൂടി പങ്കുവെക്കുന്നു. ഫസ്റ്റ് അവരെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക, എന്നിട്ട് ടെസ്റ്റ് ദിവസം രാവിലെ തന്നെ അവിടെ പോയി നെയിം എഴുതി. അത് തീർച്ചയായിട്ടും അദ്ദേഹം അത് വലിയൊരു കമന്റ് ആണ്, പ്രത്യേകിച്ചും മംഗ്ലീഷ് കൂടി ആയതുകൊണ്ട് അല്പം ഒരു സമയമെടുക്കും വായിക്കാൻ. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം വായിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മെസ്സേജ് ചെയ്യാം. അദ്ദേഹം നാദാപുരത്തുകാരൻ കൂടി ആയതുകൊണ്ട് പക്ഷെ അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞേക്കും. സൗദിയിലേക്ക് ദുബായിലൂടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഷിബു ഗോവിന്ദ് വളരെ വിശദമായിട്ട് തന്നെ നമ്മളിവിടെ സംസാരിച്ചു. സൗദിയിലേക്ക് ദുബായ് വഴി സൗദിയിലേക്ക് പോകാൻ കഴിയും. പക്ഷെ അതിനുള്ള പണവും അതിനുള്ള എല്ലാ ചെലവുകളും താങ്ങാനുള്ള സാമ്പത്തിക സെറ്റപ്പ് കയ്യിലുണ്ട് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എത്രത്തോളം പേർക്ക് കഴിയുമെന്നുള്ള മാത്രം സംശയമേ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികൾ ജെനുവിനാണ് എന്നുകൂടി ഉറപ്പുവരുത്തുക. യെസ്, പോകാൻ കഴിയും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. സൗദിയിലേക്ക് എന്നല്ല സോണിയ, ലോകത്ത് ഏത് രാജ്യത്തേക്കും പോകാൻ ദുബായ് വഴി കഴിയും അല്ലെ. നമുക്കറിയാം ഈ എമിറേറ്റ്സ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ കണക്ടിങ് ദ വേൾഡ് ആണ്. അതായത് എല്ലാ രാജ്യങ്ങളിലേക്കും, അത് പ്രതിസന്ധി കാലത്തിന് മുമ്പും ഇപ്പോൾ പ്രതിസന്ധി വന്നതിന് ശേഷവും. അപ്പോൾ ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനെ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികളുടെ സുതാര്യതയും മറ്റും ഉറപ്പുവരുത്തിയ ശേഷം പണം കൈമാറ്റം ചെയ്യുക എന്ന് വേണമെന്ന് പറയാം. 9 മാസത്തിന് ശേഷം 28-ന് UAE തിരിച്ചെത്തിയായിട്ട് സുധീർലാൽ പറയുന്നുണ്ട്. സുധീർലാൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രേക്ഷകൻ കൂടിയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രാമഫോണിലെല്ലാം സജീവമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 14 ദിവസത്തെ ക്വാറന്റൈൻ്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്. എന്റെ വൈഫ് നാട്ടിൽ നിന്ന് ദുബായിൽ വന്നാൽ 2 ആഴ്ച എവിടെയാണ് താമസിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അരുൺ കെ തോമസിന്റെ കമന്റ് ഇങ്ങനെയാണ്: എന്റെ വൈഫ് നാട്ടിൽ നിന്ന് ദുബായിൽ വന്നാൽ 2 ആഴ്ച എവിടെ ആണ് താമസിക്കുന്നത്? ഞാൻ അബുദാബിയിലാണ്. എവിടെയാണ് താമസിക്കേണ്ടത് എന്നായിരിക്കും തീർച്ചയായിട്ടും. ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് 3 ദിവസം മാത്രമായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ പോകേണ്ടി വരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ 4-ാം ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഭാര്യയോടൊപ്പം ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അക്കാര്യം കൂടി ഓർത്തുകൊണ്ട് മാത്രം അത്തരത്തിൽ ക്വാറന്റൈനിൽ ഇരിക്കാൻ അനുവിന് കഴിയുന്നില്ലെങ്കിൽ ഭാര്യയെ 14 ദിവസവും ക്വാറന്റൈനിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ തന്നെ തുടരാൻ അനുവദിക്കേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് നിലവിൽ അബുദാബിയുമായി ബന്ധപ്പെട്ട ക്വാറന്റൈൻ നിബന്ധനകൾ ഇപ്പോഴും തുടരുന്നത്. മാറ്റമൊന്നും തൽക്കാലം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ദുബായിൽ വന്നാൽ ചെക്ക് പോസ്റ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. റിപ്പോർട്ട് അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകും. അതനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയും വരും. സോണി, വെൽക്കം ബാക്ക്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് UAE മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് മാത്രമല്ല IPL എല്ലാമായിട്ട് കത്തിക്കയറുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ കുവൈത്ത് അമീറിന്റെ നിര്യാണവും മറ്റൊക്കെയുള്ള പശ്ചാത്തലത്തിൽ അതിനെല്ലാം ഗ്ലാമറിന് അല്പം ഒരു മങ്ങലേറ്റിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് പത്രങ്ങളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ആദ്യത്തെ 2 നമ്മുടെ ഗൾഫ് പേജുകൾ മുഴുവൻ കുവൈത്ത് അമീറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആ സംഭാവനകളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ UAEയുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബന്ധം കൂടി കൃത്യമായിട്ട് തന്നെ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ MA യൂസഫ് അലി അദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം ഒരു വാക്ക് പറയാതെ പരാമർശിക്കാതെ പോവൽ ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളുടെ കമന്റുകൾ ഇതൊക്കെയാണ് സോണിയ ഇന്ന് വരുന്ന കമന്റുകൾ. കൂടുതൽ സംശയങ്ങൾ അവർ ചോദിക്കുന്നവർക്ക് നമുക്കത് പങ്കുവെക്കാം. മറ്റെന്തെങ്കിലും നൽകാനായിട്ടുള്ളതുണ്ടെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ
അബുദാബിയിൽ നിന്നും സമാനമായ ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ 2020 മാത്രം അബുദാബിയിൽ 3000-ഓളം സ്വദേശികളെ തൊഴിലിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ തൊഴിൽ മന്ത്രാലയം കടന്നിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 1600-ഓളം സ്വദേശികൾക്ക് ഇതിനകം തന്നെ തൊഴിൽ നൽകി കഴിഞ്ഞു. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഒരേ തരത്തിൽ ഈ ഒരു നടപടി നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 1600-ഓളം സ്വദേശികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലുകളിലേക്ക് നിയമനം നൽകിയിരിക്കുന്നത്. ഏതായാലും വരുന്ന 3 മാസങ്ങൾക്കിടയിൽ ബാക്കിയുള്ള ആളുകൾക്കും തൊഴിൽ നൽകും അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ സ്വദേശിവൽക്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ UAE അത്രത്തോളം ഒന്നും അക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല, അത്തരം ചലനങ്ങളൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ UAEയിലും സമാനമായ ചില നീക്കങ്ങൾ ചെറിയ തോതിലാണെങ്കിലും നടന്നു വരുന്നു എന്ന സൂചന ഈ വാർത്ത നമുക്ക് നൽകുന്നുണ്ട്. 10 വർഷം കൊണ്ട് ക്രമാനുഗതമായ സ്വദേശിവൽക്കരണത്തിന്റെ ചില നീക്കങ്ങൾ നടത്തുക എന്ന ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി നമുക്ക് അബുദാബിയുമായി കേന്ദ്രീകരിച്ച് ലഭിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒമാനിലും സമാനമായ ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഒമാനിലെ കോടതികളിൽ, സുപ്രീം കോടതി അടക്കമുള്ള വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രവാസി അഭിഭാഷകർക്ക് 2021 തുടക്കം മുതൽ ഇനി കോടതിയിൽ ഹാജരാകാനോ വാദം നടത്താനോ കഴിയില്ല എന്ന രീതിയിൽ ഒരു സർക്കുലറും ഇന്നലെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു, തീരുമാനമായി കഴിഞ്ഞു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2020 ഡിസംബർ 31 പ്രവാസി അഭിഭാഷകരുടെ സേവനം ഒമാനിലെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. ഇത് പറയുന്നത് പല രീതിയിലുള്ള സ്വദേശിവൽക്കരണ നടപടികൾ പല രാജ്യങ്ങളിൽ പല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ജാഗ്രതയോടെ തൊഴിൽ മേഖലകളെ കാണേണ്ടിയിരിക്കുന്നു. പുതിയ തൊഴിൽ സംരംഭങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ ഈ വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ജാഫർ, സോണിയ, നമുക്കറിയാം കഴിഞ്ഞ ഏകദേശം 10-15 വർഷമായിട്ട് തന്നെ സ്വദേശിവൽക്കരണം അതിന്റെ ഏറ്റവും ദ്രുതഗതിയിൽ മുന്നേറുന്ന ഒരു ഗൾഫ് രാജ്യമുണ്ടെങ്കിൽ അതും ഒമാനാണ് എന്നുള്ള കാര്യം കൂടി ഈ സാഹചര്യത്തിൽ അതിനോട് ചേർത്ത് പറയാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ സോണിയ പറഞ്ഞ ഈ 2 വരി വാക്കുകളൊന്നും പ്രവാസികളെ സംബന്ധിച്ച് സുദീർഘമായി ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസ വാർത്ത ആയിട്ട് തോന്നുന്നില്ല, അല്ലെ? കാരണം ഈ എല്ലാ രാജ്യങ്ങളും അവരുടെ ഈ സ്വദേശിവൽക്കരണങ്ങളിലേക്കും മറ്റെല്ലാം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്കാണ് ഇതെല്ലാം അവസാനമായിട്ട് ഒരു പാരയായി വരാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അവരവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇനി മത്സരം മുറുകാനുള്ള ഒരു സാഹചര്യങ്ങൾ കൂടി വരികയാണ് എന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് ഉയർന്ന തസ്തികയിലുള്ള ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ ആഘാതമുണ്ടാക്കുക എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഉയർന്ന തസ്തികയിലാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള തസ്തികയിലേക്കാണ് കൂടുതലായി സ്വദേശികളെ നിയമിക്കാനുള്ള നീക്കത്തിലേക്ക് വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ കടന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോടതികളിലും IT മേഖല, മറ്റ് ഉന്നത അധികാര മേഖലകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്വദേശിവൽക്കരണം വളരെ കാര്യക്ഷമമായി നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രവാസി തൊഴിലാളികൾ മറ്റ് സ്കിൽഡ് ലേബേഴ്സ് എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ മാറിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും കൃത്യമായി ജാഗ്രതയോടെ ഇനി ഗൾഫ് തൊഴിൽ മേഖലയെ നോക്കിക്കാണേണ്ട സമയം തന്നെയാണ് പ്രവാസികൾക്ക് മുന്നിലുള്ളത്. ജാഫർ, തീർച്ചയായിട്ടും നമ്മുടെ അബ്ദുൽ മുത്തലിബിന്റെ 3 കമന്റുകളുണ്ട്. ആ 3 കമന്റുകൾക്ക് ഒരു ആശ്വാസം അദ്ദേഹത്തിന് നൽകാമെന്ന് തോന്നുന്നു. ഞാൻ 3-ന്, അതായത് ഒക്ടോബർ 3-നായിരിക്കും ഷാർജയിലേക്ക് വരുന്നു, ദുബായിലേക്കാണ് പോകേണ്ടത്, എവിടെയായിരിക്കും ക്വാറന്റൈൻ? ഒന്നാമത്തെ ചോദ്യം. 2, ഗ്രീൻ ടിക്ക് ഉണ്ട്, വരാൻ പറ്റുമല്ലോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. 3, എയർ അറേബ്യ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമത്തെ കമന്റ്. അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷവാനായിരുന്നുള്ളൂ. താങ്കൾ അവസാനവും രണ്ടാമതും പറഞ്ഞ ആ കമന്റിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. എയർ അറേബ്യയിൽ ഷാർജയിലേക്ക് വരുന്ന താങ്കൾക്ക് പ്രത്യേകിച്ച് ഒരു അപ്രൂവലും ഗ്രീൻ ടിക്കും വേണ്ട എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്. വളരെ മനസ്സമാധാനമായിട്ട് തന്നെ കോവിഡ് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്നും എടുത്ത ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ടുമായി വന്നോളൂ. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് സോണിയ. അതായത് അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള കുറെ നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവർ യാത്ര ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അപ്ഡേറ്റുകൾ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ മുന്നിൽ സംഭവിച്ച മാറ്റങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ കമന്റുകൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരുടെ കുറ്റമല്ല, സ്വാഭാവികമായിട്ടും അവനവന്റെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും. യാത്രക്ക് ഒരുങ്ങുമ്പോൾ മാത്രമായിരിക്കും യാത്രക്ക് വേണ്ട സംവിധാനങ്ങളെ കുറിച്ച് ഓർക്കുന്നത്. ഏതായാലും
ഇങ്ങനെ അദ്ദേഹം കമന്റ് ഇട്ട പശ്ചാത്തലത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ വന്ന പുതിയ മാറ്റം താങ്കൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താങ്കളും താങ്കളെ പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും അറിയേണ്ടത്, ടെസ്റ്റ് എടുക്കുന്നത് മൈക്രോ ഹെൽത്ത് ലാബ് എന്ന് പേരുള്ള ഒരു ലാബിൽ നിന്നും ആവരുത്. അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ വെച്ച് താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ ടെസ്റ്റ് റിസൾട്ട് തടയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബാക്കി ഷാർജയിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, കയറി വന്നോളൂ. ക്വാറന്റൈൻ്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട. ഷാർജയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ താങ്കൾക്ക് അവിടെ നിന്നൊരു ടെസ്റ്റ് ഉണ്ടാവും. അതിന്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരണം, ക്വാറന്റൈനിൽ ഇരിക്കണം. നെഗറ്റീവ് റിസൾട്ട് വന്നാൽ പുറത്തു പോകും. അതുകൊണ്ട് കാര്യത്തിലൊന്നും ഇനി ആശങ്ക ആവശ്യമില്ല എന്ന് എല്ലാവരുടെയും ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ പറയുകയാണ്. സക്കറിയ തോമസിന്റെ ചോദ്യം, പഴയ ഷാർജ വിസ റിന്യൂവൽ വല്ലതുമായോ എന്ന് എനിക്ക് തോന്നുന്നു. സോണിയ, നമ്മുടെ റോഷ്ന എങ്ങാണ്ട് അവരുടെ എങ്ങാണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയത്. ഇതുവരെ മറ്റ് ഒരു എമിറേറ്റിലെയും ക്യാൻസൽ ബിഫോർ എൻട്രി വിസയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നമുക്ക് നൽകിയിട്ടില്ല. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കൂ എന്ന് തന്നെ വീണ്ടും പറയേണ്ടി വരികയാണ്. വേറെ നമുക്ക് മാർഗങ്ങളൊന്നുമില്ല. ഇത് ചെന്നായ്ക്കളുടെ ലോകമാണ് ഷാലു. അവസാന ശ്വാസം നിലയ്ക്കുന്നതും കാത്ത് അവസാന തുള്ളി രക്തവും നോക്കി ആർത്തി പിടിച്ചു നിൽക്കുന്ന ക്രൂര മൃഗങ്ങളാണ് ചുറ്റും ഉള്ളത്. ഒരു പ്രാവശ്യം സ്നേഹത്തിന്റെ ശീതളിമയോ കുളിർക്കാറ്റോ പ്രതീക്ഷിക്കരുത്. എങ്ങും കൊടും താപത്തിന്റെ ഉഷ്ണക്കാറ്റ് മാത്രം. ഇനി ഒരു സ്നേഹത്തിന്റെ നന്മയുടെ മരിപ്പച്ച നമുക്കിടയിൽ ഉണ്ടാകുമോ? എല്ലാം പ്രതീക്ഷകൾ മാത്രം. ഏതായാലും നമ്മുടെ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, മൈക്രോ ഹെൽത്തിൽ നിന്നല്ല അദ്ദേഹം എടുത്തിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ലാതെ കയറി വരാമെന്നതിനാണ് നമുക്ക് പറയാൻ. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇന്ന് തോന്നുന്നു അല്പം ഒരു തണുത്തുപോയ ഒരു പോസിറ്റീവ് മോർണിംഗ് ആയിരുന്നു ഇന്ന് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തോന്നുന്നു. ഇന്ന് സ്വാഭാവികമായിട്ടും ഗൾഫ് ലോകത്തെ ഒരു ഇന്നത്തെ ഒരു സാഹചര്യം കൂടി മുൻനിർത്തി ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റെന്തൊക്കെ അവസാനമായിട്ട് നമുക്ക് എന്തെങ്കിലും വിട്ടുപോയതോ പങ്കുവെക്കാനുള്ളതോ ഉള്ളതായിട്ട് ഉണ്ടോ സോണിയ? ഏതാണ്ട് നമ്മൾ എല്ലാ വാർത്തകളും പറഞ്ഞു കഴിഞ്ഞു ജാഫർ. നമുക്ക് ലഭിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും എങ്ങുമുള്ള ലോക നേതാക്കളെല്ലാം തന്നെ അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. വിവിധ രാജ്യങ്ങൾ, ഒമാനും ബഹ്റൈനും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതനുസരിച്ചുള്ള മറ്റ് നീക്കങ്ങളിലേക്കും കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ലോകമെങ്ങുമുള്ള സമാധാന പ്രേമികൾക്ക് ഏറ്റവും മികച്ച ഒരു മാതൃകയായിരുന്നു കുവൈറ്റ് അമീർ എന്ന് വീണ്ടും ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വാർത്തകളിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ മികച്ച രീതിയിൽ കുവൈത്ത് ഇതുവരെ നടത്തിക്കൊണ്ടുവന്നിരുന്ന മുഴുവൻ സമാധാന ശ്രമങ്ങളുടെയും ഒരു തുടർച്ച പുതിയ അമീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലെ കൂട്ടായ പരിശ്രമങ്ങൾ, മികച്ച മുന്നേറ്റങ്ങൾക്കെല്ലാം കുവൈത്തിന് കൂടുതൽ ശക്തി പകരാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദുഃഖത്തിൽ നിന്ന് കുവൈത്ത് എത്രയും വേഗം മുക്തരാകട്ടെ എന്നും നമ്മൾ ആശംസിക്കുകയാണ്. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരേപോലെ ദുഃഖകരമാകുന്ന ഒരവസ്ഥ 4 ദിവസത്തെ ഈ ദുഃഖാചരണത്തോടുകൂടി അവസാനിക്കട്ടെ. കൂടുതൽ മികച്ച വളർച്ചയിലേക്കും പ്രവാസി സൗഹൃദപരമായ നയങ്ങളിലേക്കും കുവൈത്ത് മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ജാഫർ, അവസാനമായിട്ട് നമ്മുടെ ഹിഷാം മോന്റെ കമന്റ് കൂടി വായിച്ചിട്ട് നിർത്താമെന്ന് തോന്നുന്നു. ഇറങ്ങാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും വിസിറ്റ് വിസയിൽ അബുദാബി ഒഴികെയുള്ള എല്ലാ എയർപോർട്ടുകളിലും ഇറങ്ങാം ഹിഷാം മോൻ. ആ കാര്യത്തിലൊന്നും കൂടുതൽ സംശയം വേണ്ട കാര്യമില്ല. ഇതിലും നമ്മൾ ഇന്ന് പങ്കുവെച്ച മുഴുവൻ ഇൻഫർമേഷൻസും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഗൾഫ് വാർത്തക്ക് നിങ്ങളോടൊപ്പം വളരാൻ കഴിയൂ എന്ന് കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ 24 മണിക്കൂറും ഞങ്ങൾ ലഭ്യമാണ്. ഞങ്ങളുടെ നമ്പർ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് നമ്മുടെ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ക്ലാസിഫൈഡ് പരസ്യങ്ങളും മറ്റുമെല്ലാം ഞങ്ങളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള അവസരം കൂടി ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഓർപ്പെടുത്തിക്കൊണ്ടോ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ ഗൾഫ് വാർത്ത പോസിറ്റീവ് മോർണിംഗ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ABC Cargo, number 1 in GCC. ABC Cargo.
DR Courier and Cargo, GCCയിലെ നമ്പർ 1 കാർഗോ ആൻഡ് കൊറിയർ സർവീസ്. ആളിവിടെ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. വാ ചോദിക്കാം. എന്താ കളിക്കുന്നത്? വേഗം എടുത്തിട്. നീ വേണോ? ആ വേഗം നോക്കിടേ. ഗഫൂർഖാനൊന്ന് കാണാൻ. ഗഫൂർ ഖാനെ വരി വരി. അസർപ്പോ ഉഷാറല്ലേ? വരി നോക്കണേ. ഗഫൂർ ഖാ പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ജഫൂർ കാ ദോസ്ത് പറഞ്ഞാൽ മതി. ഗഫൂർക്ക, ഞങ്ങൾക്കൊരു വിസ വേണമായിരുന്നു ദുബായി പോവാൻ. മനസ്സിലായി. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇപ്പൊ മനസ്സിലായി. മക്കളെ, നമ്മളെ പണിയൊക്കെ നിർത്തി ഇന്നത്തെ കാലത്ത് പരിപാടിക്കൊക്കെ ആരും നിൽക്കുവോ? നേരും നിറയുള്ള ആളുകൾ വന്നപ്പോ നമ്മളെ പോലത്തെ ആളുകൾക്ക് നിക്കക്കല്ലില്ലാതായി. ആടോ, ഈ എമിറേറ്റ്സ് ബസ് വന്നേ പിന്നെ ഇവർക്ക് ദുബായ് പോവാന്, പോയിട്ട് അവിടെ ബിസിനസ് ചെയ്യാന്, അതിനുള്ള ലൈസൻസ് കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളും. ഈ മാതിരി ഉസാറുള്ള ആൾക്കാർ വന്നാൽ പിന്നെ നമ്മളെ കാര്യം പറയാനുണ്ടോ? നിർത്തല്ലേ? നിർത്തി ഇപ്പൊ വേറെ വയ്ക്കാം. അതെ, എന്റെ മക്കൾ വരെ ഈ എമിറേറ്റ്സ് ബസ്സിന്റെ ബൈക്കാണ് പോയി രക്ഷപ്പെട്ടത്. Emirates First Business Service, all for business setup. ABC Cargo, number 1 in GCC. ABC Cargo. DR Courier and Cargo, GCCയിലെ നമ്പർ 1 കാർഗോ ആൻഡ് കൊറിയർ സർവീസ്. കൂടുതൽ ഉഷാറാക്കാൻ എമിറേറ്റ്സ് ഫസ്റ്റ് ഇപ്പതാ ഇസൈസിലെ അൽത്തവാർ സെന്ററിൽ പുതിയ ഓഫീസ് ഉടൻ തന്നെ തുടങ്ങുന്നു. എല്ലാവർക്കും സ്വാഗതം. Emirates First Business Service, all for business setup. ഏതോ ജന്മബന്ധം നിന്നിൽ കണ്ടു. അതുപോലെ ഏതൊക്കെയോ ജന്മബന്ധങ്ങൾ തമ്മിൽ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് നമ്മൾ അവരുടെ സ്വന്തമാകുന്നതല്ലേ. ഇളം കാറ്റ് അത് തലോടുന്നത് പുൽനാമ്പുകളെയാണോ, അതോ താളമായി ഒഴുകുന്ന ജലപ്പരപ്പുകളെയാണോ? ആയിരിക്കാം. അതുപോലെയാണ് ഉറങ്ങാൻ മടിക്കുന്ന മനസ്സിനെയും കണ്ണുകളെയും ഇളം കാറ്റിന്റെ മാധുര്യത്തോടെ തഴുകി തലോടുന്ന ഗ്രാമഫോൺ. DR Courier and Cargo, GCCയിലെ നമ്പർ 1 കാർഗോ ആൻഡ് കൊറിയർ സർവീസ്. ABC Cargo, number 1 in GCC. ABC Cargo. വിസക്കും ഇനി അവിടെ പരിപാടി തുടങ്ങാനുള്ള ലൈസൻസിനും അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്തിനും UAE നമ്പർ 1 എമിറേറ്റ്സ് ഫസ്റ്റ് ആണ്. Emirates First Business Service, all for business setup. ഇത് ചെന്നായ്ക്കളുടെ ലോകമാണ് ഷാലു. അവസാന ശ്വാസം നിലയ്ക്കുന്നതും കാത്ത് അവസാന തുള്ളി രക്തവും നോക്കി ആർത്തി പിടിച്ചു നിൽക്കുന്ന ക്രൂര മൃഗങ്ങളാണ് ചുറ്റും ഉള്ളത്. ഒരു പ്രാവശ്യം സ്നേഹത്തിന്റെ ശീതളിമയോ കുളിർക്കാറ്റോ പ്രതീക്ഷിക്കരുത്. എങ്ങും കൊടും താപത്തിന്റെ ഉഷ്ണക്കാറ്റ് മാത്രം. ഇനി ഒരു സ്നേഹത്തിന്റെ നന്മയുടെ മരിപ്പച്ച നമുക്കിടയിൽ ഉണ്ടാകുമോ? എല്ലാം പ്രതീക്ഷകൾ മാത്രം.
ABC Cargo, number 1 in GCC. ABC Cargo. കൂടുതൽ ഉഷാറാക്കാൻ എമിറേറ്റ്സ് ഫസ്റ്റ് ഇപ്പതാ കിസൈസിലെ അൽസവാർ സെന്ററിൽ പുതിയ ഓഫീസ് ഉടൻ തന്നെ തുടങ്ങുന്നു. എല്ലാവർക്കും സ്വാഗതം. Emirates First Business Service. All for business setup. DR Courier and Cargo. GCCയിലെ number 1 cargo and courier service. മോഹം വേദനാവിൽ നിനവോലം കാതിലോലാക്കിൽ എൻ വിണ്ണിലായിരം നിന്നോർമകൾ വെണ്ണിലാവ് പോൽ നെഞ്ചാരെ കനവിലവളറിയാതെ നിറയും ചുംബനമോ നിറയും മിഴിക്കോണിൽ പ്രണയ പരിഭവമോ ശ്രുതിയായി സാന്ത്വനമായി കാതിൽ മൂളും ഗ്രാമഫോണിതാ ആളിവിടെ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. വാ ചോദിക്കാം. എന്താ കളിക്കുന്നത്? വേഗം എടുത്തിടേ. നീ വേണോ? ആ വേഗം നോക്കിടേ. ഗഫൂർഖാനൊന്ന് കാണാൻ. ഗഫൂർഖാനെ വരി വരി. അസർപ്പോ ഉഷാറല്ലേ? വരി നോക്കണേ. ഗഫൂർക്ക പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് പറഞ്ഞാൽ മതി. ഗഫൂർക്ക, ഞങ്ങൾക്കൊരു വിസ വേണമായിരുന്നു ദുബായ് പോവാൻ. മനസ്സിലായി. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇപ്പൊ മനസ്സിലായി. മക്കളെ, നമ്മളെ പണിയൊക്കെ നിർത്തി ഇന്നത്തെ കാലത്ത് പരിപാടിക്കൊക്കെ ആരും നിൽക്കുവോ? നേരും നിറയുള്ള ആളുകൾ വന്നപ്പോ നമ്മളെ പോലത്തെ ആളുകൾക്ക് നിക്കക്കല്ലില്ലാതായി. ആടോ, ഈ എമിറേറ്റ്സ് ബസ് വന്നേ പിന്നെ ഇവർക്ക് ദുബായ് പോവാന്, പോയിട്ട് അവിടെ ബിസിനസ് ചെയ്യാന്, അതിനുള്ള ലൈസൻസ് കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളും. ഈ മാതിരി ഉസാറുള്ള ആൾക്കാർ വന്നാൽ പിന്നെ നമ്മളെ കാര്യം പറയാനുണ്ടോ? നിർത്തല്ലേ? നിർത്തി ഇപ്പൊ വേറെ വയ്ക്കാം. അതെ, എന്റെ മക്കൾ വരെ ഈ എമിറേറ്റ്സ് ബസ്സിന്റെ ബൈക്കാണ് പോയി രക്ഷപ്പെട്ടത്. Emirates First Business Service. All for business setup. DR Courier and Cargo. GCCയിലെ number 1 cargo and courier service. ഇത് ചെന്നായ്ക്കളുടെ ലോകമാണ് ഷാലു. അവസാന ശ്വാസം നിലയ്ക്കുന്നതും കാത്ത് അവസാന തുള്ളി രക്തവും നോക്കി ആർത്തി പിടിച്ചു നിൽക്കുന്ന ക്രൂര മൃഗങ്ങളാണ് ചുറ്റും ഉള്ളത്. ഒരു പ്രാവശ്യം സ്നേഹത്തിന്റെ ശീതളിമയോ കുളിർക്കാറ്റോ പ്രതീക്ഷിക്കരുത്. എങ്ങും കൊടും താപത്തിന്റെ ഉഷ്ണക്കാറ്റ് മാത്രം. ഇനി ഒരു സ്നേഹത്തിന്റെ നന്മയുടെ മരിപ്പച്ച നമുക്കിടയിൽ ഉണ്ടാകുമോ? എല്ലാം പ്രതീക്ഷകൾ മാത്രം.
ഏതോ ജന്മബന്ധം നിന്നിൽ കണ്ടു. അതുപോലെ ഏതൊക്കെയോ ജന്മബന്ധങ്ങൾ തമ്മിൽ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് നമ്മൾ അവരുടെ സ്വന്തമാകുന്നതല്ലേ. ഇളം കാറ്റ് അത് തലോടുന്നത് പുൽനാമ്പുകളെയാണോ അതോ താളമായി ഒഴുകുന്ന ജലപ്പരപ്പുകളെയാണോ? ആയിരിക്കാം. അതുപോലെയാണ് ഉറങ്ങാൻ മടിക്കുന്ന മനസ്സിനെയും കണ്ണുകളെയും ഇളം കാറ്റിന്റെ മാധുര്യത്തോടെ തഴുകി തലോടുന്ന ഗ്രാമഫോൺ. വിസക്കും ഇനി അവിടെ പരിപാടി തുടങ്ങാനുള്ള ലൈസൻസിനും അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്തിനും UAE നമ്പർ 1 എമിറേറ്റ്സ് ഫസ്റ്റ് ആണ്. Emirates First Business Service. All for business setup. ABC Cargo, number 1 in GCC. ABC Cargo. കൂടുതൽ ഉഷാറാക്കാൻ എമിറേറ്റ്സ് ഫസ്റ്റ് ഇപ്പതാ ഇസൈസിലെ അൽത്തവാർ സെന്ററിൽ പുതിയ ഓഫീസ് ഉടൻ തന്നെ തുടങ്ങുന്നു. എല്ലാവർക്കും സ്വാഗതം. Emirates First Business Service. All for business setup. DR Courier and Cargo. GCCയിലെ number 1 cargo and courier service. ആളിവിടെ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. വാ ചോദിക്കാം. എന്താ കളിക്കുന്നത്? വേഗം എടുത്തിടേ. നീ വേണോ? ആ വേഗം നോക്കിടേ. ഗഫൂർഖാനൊന്ന് കാണാൻ. ഗഫൂർഖാനെ വരി വരി. അസർപ്പോ ഉഷാറല്ലേ? വരി നോക്കണേ. ഗഫൂർക്ക പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് പറഞ്ഞാൽ മതി. ഗഫൂർക്ക, ഞങ്ങൾക്കൊരു വിസ വേണമായിരുന്നു ദുബായ് പോവാൻ. മനസ്സിലായി. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇപ്പൊ മനസ്സിലായി. മക്കളെ, നമ്മളെ പണിയൊക്കെ നിർത്തി ഇന്നത്തെ കാലത്ത് പരിപാടിക്കൊക്കെ കാര്യം നിൽക്കുവോ? നേരും നിലയുള്ള ആളുകൾ വന്നപ്പോ നമ്മളെ പോലത്തെ ആളുകൾക്ക് നിക്കക്കല്ലില്ലാതായി. ആടോ, ഈ എമിറേറ്റ്സ് ബസ് വന്നേ പിന്നെ ഇവർക്ക് ദുബായ് പോവാന്, പോയിട്ട് അവിടെ ബിസിനസ് ചെയ്യാന്, അതിനുള്ള ലൈസൻസ് കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളും. ഈ മാതിരി ഉസാറുള്ള ആൾക്കാർ വന്നാൽ പിന്നെ നമ്മളെ കാര്യം പറയാനുണ്ടോ? നിർത്തല്ലേ? നിർത്തി ഇപ്പൊ വേറെ വയ്ക്കാം. അതെ, എന്റെ മക്കൾ വരെ ഈ എമിറേറ്റ്സ് ബസ്സിന്റെ ബൈക്കാണ് പോയി രക്ഷപ്പെട്ടത്. Emirates First Business Service. All for business setup.